തിരുവചനം തിരുവചനം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഏതാനും വർഷങ്ങൾ മുമ്പ് വർത്താനം എന്ന ഇടവകയിൽ, പാലാരൂപതയിലെ ആ ഇടവകയിൽ വികാരിയായിട്ട് ചാർജ് എടുത്ത് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു അനുഭവം പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ഇടവകയിൽ നിന്നും വിവാഹം ചെയ്ത് ദൂരെയുള്ള മറ്റൊരു സ്ഥലത്ത് വിവാഹം ചെയ്ത് പോയിരുന്ന ഒരു സഹോദരി സ്വന്തം വീട്ടിലെത്തിയപ്പോൾ ഒരു ദിവസം എൻ്റെ പക്കൽ പള്ളിമുറിയിൽ കയറി വന്നു. അവൾ ഗർഭിണിയായിരുന്നു. എൻ്റെ പക്കലെത്തി സ്വയം പരിചയപ്പെടുത്തി. എന്നിട്ട് ആ സഹോദരി വളരെ വിഷമത്തോടെ എന്നോട് പറഞ്ഞു, അച്ഛാ, ഉദരത്തിലെ കുഞ്ഞിനെ ഞങ്ങൾ അബോർട്ട് ചെയ്യാനായിട്ട്, നശിപ്പിച്ച് കളയാനായിട്ട് ആലോചിക്കുകയാണ്. ഞാൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? അറിയാൻ പാടില്ലേ? ഗർഭഛിദ്രം തനി കൊലപാതകമാണ്. എത്ര കുഞ്ഞുങ്ങളുണ്ട് നിങ്ങൾക്ക്? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല. പിന്നെന്താ കുഞ്ഞിനെ ഇങ്ങനെ കളയാൻ നിങ്ങൾ ചിന്തിക്കുന്നത് എന്ത് കാരണം? അപ്പോൾ സഹോദരി പറഞ്ഞു, അച്ഛാ, 2 കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കുണ്ടായി. 2 കുഞ്ഞുങ്ങളും മരിച്ചുപോയി. എന്ത് പറ്റി? ഞാൻ ചോദിച്ചു. അവർ പറഞ്ഞു, എന്ത് പറ്റിയെന്ന് അറിയില്ല അച്ഛാ. ആശുപത്രികളിൽ കൊണ്ടുപോയി. ആശുപത്രികളിൽ മാസങ്ങൾ ചികിത്സിച്ചു. 2 കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ ആരോഗ്യമുള്ളവരായിരുന്നു. പിന്നീട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വിചിത്രമായ രീതിയിൽ ശരീരം ശോഷിക്കാൻ തുടങ്ങി. അത് പാല് കുടിക്കുന്നില്ല, കുഞ്ഞുങ്ങളുടെ വയറ്റിൽ നിന്ന് പോകുന്നില്ല. അങ്ങനെയൊക്കെ വന്ന് പലതരത്തിലുള്ള അസ്വസ്ഥതകളുമായിട്ട് ആശുപത്രിയിൽ ചെന്നു, പരിശോധന നടത്തി. പക്ഷേ കാരണമൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. രോഗം ഇങ്ങനെ ക്രമേണ മൂർച്ഛിച്ച് വന്ന് ആ കുഞ്ഞുങ്ങൾ ശോഷിച്ച് അങ്ങനെ ഏതാനും ആഴ്ചകൾ കൊണ്ട് മറ്റൊരു കുഞ്ഞ് കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ഏതാനും 1.5 മാസം കൊണ്ട് കിടന്നിട്ടും മരിച്ചു. അതേപറ്റി കാരണമായിട്ട് ഡോക്ടർമാർ പറഞ്ഞത് ഒരു കാര്യമേ ഉള്ളൂ, അവർക്കത്ര ഉറപ്പില്ല. ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്തയച്ച വീടും ആ വീടിൻ്റെ പേരും ഈ പെൺകുട്ടിയുടെ വീട്ടുപേരും ഒന്ന് തന്നെയാണ്. അപ്പം ഇവരതൊരു കുടുംബവുമാണ്. ഇപ്പോൾ ഡോക്ടർമാർ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അവർ തമ്മിൽ വിവാഹം ആലോചിച്ച്, കുടുംബാംഗങ്ങൾ ആലോചിച്ച് നടത്തിയ വിവാഹമാണ്. യഥാർത്ഥത്തിൽ വിവാഹത്തിന് തടസ്സമാകാവുന്ന രീതിയിലുള്ള അടുത്ത ഒരു ബന്ധമൊന്നും അല്ല, ഒരു കുടുംബത്തിൽപ്പെട്ടതാണെങ്കിലും. ഡോക്ടർമാർ പറഞ്ഞു, ഈ 2 പേരും ഒരു കുടുംബത്തിലെ ആയതുകൊണ്ട് എന്തെങ്കിലും ജനറ്റിക് ആയിട്ടുള്ള പ്രശ്നം കൊണ്ടായിരിക്കണം ഇങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണ്ട. കുഞ്ഞുണ്ടാകരുത്. ഉണ്ടായത് നിങ്ങൾക്ക് അതിനെ വളർത്താൻ പറ്റുകയില്ല. കുഞ്ഞ് ഉദരത്തിലായിരിക്കുമ്പോൾ നല്ല ആരോഗ്യത്തോടെ വളരുന്നു. ജനിക്കുമ്പോൾ ആരോഗ്യമുള്ള കുഞ്ഞ്, പക്ഷേ ജനിച്ചു കഴിയുമ്പോൾ പോകുന്നു. അങ്ങനെ ഇനിയൊരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റില്ല. കിട്ടിയ കുഞ്ഞുങ്ങൾ 2 പോയി. ആ ചിന്തയുമായിട്ട് അവർ തിരിച്ച് വീട്ടിലെത്തി. വലിയ നിരാശ ഉള്ളിൽ കയറി നമുക്ക് ചിന്തിക്കാൻ പറ്റും. അങ്ങനെ നാളുകൾ നീങ്ങിയപ്പോൾ അവർ വിവാഹമോചനത്തെപ്പറ്റി പോലും ചിന്തിച്ചു. എന്തിനാ ഇങ്ങനെ ഭാര്യാഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നത്? അങ്ങനെ ഇരിക്കെ അവർ വീണ്ടും ഗർഭവതിയായി. 3ാമത്തെ കുഞ്ഞ് ഉദരത്തിൽ. ആ അവസ്ഥയിൽ ഇപ്പോൾ 1-2 മാസമായി. ഈ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രി ചെല്ലാൻ പറ്റത്തില്ല, ജനിച്ചാലും കിട്ടിയല്ല, പക്ഷെ കളയാൻ മനസ്സ് വരുന്നില്ല. അങ്ങനെ ഞെരുങ്ങിയാണ് അവർ അന്ന് എൻ്റെ പക്കലെത്തിയത്. കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, സഹോദരി, ഒരു കാരണവശാലും ഒരു ഗർഭചിത്രം നമ്മൾ നടത്തരുത്. അത് തനി കൊലപാതകമാണ്. ഒരുപക്ഷെ കുഞ്ഞ് മരിച്ചു പോയാൽ പോലും പോകുന്നതിൻ്റെ നൊമ്പരം നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ഗർഭചിത്രം നടത്തിയാൽ കുഞ്ഞ് പോവുകയും ചെയ്യും. പാപത്തിൻ്റെ ഭാരവും വരും, പാപവുമായിത്തീരും. മനസാക്ഷിയും കൂടെ നമുക്ക് കയ്യിൽ നിന്ന് പോകും. ചെയ്യരുത്. അച്ഛാ, ചേട്ടായിയോടൊന്ന് പറയാമോ? ഈ സഹോദരി ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടായി ഒന്ന് വിളിച്ചു കൊണ്ടുവന്നേ. ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഈ സഹോദരി ഭർത്താവിനെയും കൂട്ടി വന്നു. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നല്ല ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസത്തിൽ ആഴപ്പെട്ട ഒരു കുടുംബം. ആ കുടുംബത്തിലൊരു വൈദികനുണ്ട്. ഈ വന്ന വ്യക്തിയുടെ ജ്യേഷ്ഠൻ്റെ വൈദികനാണ്. സ്വന്തം പെങ്ങൾ സിസ്റ്റർ സമർപ്പിതയാണ്. നല്ല ആഴപ്പെട്ട പാരമ്പര്യമുള്ള കത്തോലിക്ക വിശ്വാസത്തിൽപ്പെട്ട കുടുംബം. അപ്പോൾ അവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഗർഭചിത്രം തെറ്റാണ്, അതിനെപ്പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല, നമുക്ക് നന്നായിട്ട് അറിയാം. ഈ യുവാവ് എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ ഗർഭചിത്രം തെറ്റാന്ന് എനിക്കറിയാം, ചെയ്യണമെന്ന് ആഗ്രഹവും ഇല്ല,
പക്ഷേ ഇനിയും ഒരു കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞിങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് മരണത്തിലേക്ക് ഊർന്നു പോകുന്നത് കണ്ടു നിൽക്കാൻ പറ്റുകയില്ല അച്ഛാ. സാമ്പത്തികം ഒത്തിരി ഇല്ല, അത് പിന്നെ പോട്ടെ. അതിനേക്കാൾ കൂടുതൽ ആശുപത്രിയിൽ ഇങ്ങനെ പോയി ഡോക്ടർമാർക്കൊന്നും ചെയ്യാൻ മേലാതെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് ദിവസങ്ങൾ ആഴ്ചകൾ കൊണ്ട് കൊച്ചു മരണത്തിലേക്ക് പോകുന്നത് ഇനി സഹിക്കാൻ പറ്റുകയില്ല അച്ഛാ. അച്ഛൻ ഒരു കാര്യം എനിക്ക് ഉറപ്പ് തരാവോ, ഈ ഉണ്ടാകുന്ന കുഞ്ഞ് മരിക്കില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ കുഞ്ഞിന് ഞങ്ങൾ കളയുന്നില്ല. ഞാൻ പറഞ്ഞു, സഹോദര, ജീവൻ്റെ മേൽ അവകാശവും അധികാരം ദൈവത്തിന് മാത്രമേ ഉള്ളൂ. നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ കരുണയിലേക്ക് വരാം. തമ്പുരാൻ വഴി കാണിച്ചത് ഞാനും പ്രാർത്ഥിക്കാം കൂടാ. അങ്ങനെ പറഞ്ഞു. അവർ വലിയ മനസ്സോടെയാണ്, അത്ര സന്തോഷമായിട്ടല്ല എങ്കിൽ പോലും അവർ അങ്ങനെ തിരിച്ചു പോയി. അടുത്ത മാസം തന്നെ അവിടെ ധ്യാനം നടക്കുന്നുണ്ടായിരുന്നു. ധ്യാനം വന്നുകൂടെ അവിടെ ഞാൻ ആവശ്യപ്പെട്ടു. അവരൊന്ന് ധ്യാനം കൂടി, നല്ലപോലെ ഒരുങ്ങി, നല്ലപോലെ വചനത്തിൻ്റെ വിഷയം പരിശോധിച്ച് കുമ്പസാരിച്ചു. വീണ്ടും പല സെഷൻ ആ വീട്ടിലെ അംഗങ്ങളെയൊക്കെ വരുത്തി അവരെയും കുമ്പസാരത്തിന് ഒരുക്കി അങ്ങനെ കുമ്പസാരിപ്പിച്ചു. എല്ലാവരും പ്രാർത്ഥിച്ചു. കാരണം 2 കുഞ്ഞുങ്ങൾ ഇങ്ങനെ മരിച്ചു പോയപ്പം ഈ പെൺകുട്ടിയുടെ കുടുംബങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇടവകയിൽ ഒത്തിരി കുടുംബങ്ങളുണ്ട്. അവർക്കെല്ലാം നാട് മുഴുവനും നൊമ്പരമാണ് ഈ അവസ്ഥ. എല്ലാവരും നൊന്ത് പ്രാർത്ഥിച്ചു. ഈ ഗർഭാവസ്ഥ ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ്. സമയം ആയപ്പോൾ പാല മരിയൻ മെഡിക്കൽ സെൻറ്ററിൽ കുഞ്ഞ് ജനിച്ചു, ഒരാൺകുട്ടി. എല്ലാം നോർമൽ, പ്രസവം നോർമൽ, ആൺകുട്ടി നല്ല ആരോഗ്യമുള്ള ഒരാൺകുട്ടി. 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. ഈ കുഞ്ഞുമായിട്ട് അവർ സ്വന്തം വീട്ടിലേക്ക് വരികയാണ്. ഇടവകയിൽ വന്ന വഴി അവർ നേരെ പള്ളിക്കലോട്ട് വന്നു. എൻ്റെ പക്കൽ വന്ന് ഈ കുഞ്ഞിനെ കൊണ്ടുവന്നു. ഞാൻ സന്തോഷത്തോടെ കുഞ്ഞിനെ കണ്ടു. ഞാൻ ചോദിച്ചു, മോളെ സന്തോഷമായില്ലേ ഇപ്പം? അപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ 50 ഗ്രാം തൂക്കം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ ജനിച്ച് വരുമ്പോൾ വന്നോളുമല്ലോ, ചെറുതുമൊക്കെ വ്യത്യാസമൊക്കെ വലിയ ഗൗരവമാക്കേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കതേപ്പറ്റി മറ്റൊന്നും അറിഞ്ഞുകൂടാ. എങ്കിൽ ഞാൻ അങ്ങനെ പറഞ്ഞു. ഈ സഹോദരിക്ക് അത്ര സന്തോഷമായില്ല. കാരണം മറ്റു കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനൊരു വ്യത്യാസമാണ് ആദ്യം കണ്ടത്. ഏതായാലും അവർ സ്വന്തം വീട്ടിലേക്ക് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ തൊട്ടയലോക്കത്തുള്ളതാണ് ആ വീടിൻ്റെ, എന്നെ വിളിച്ചു. അച്ഛാ ഫോണിൽ, അച്ഛാ ഈ കൊച്ചും മറ്റേ കുഞ്ഞുങ്ങളുടെ പോലെ തന്നെയാണ്. അതും തൂക്കം കുറയുന്നു, കണ്ണ് തുറക്കുന്നില്ല, കരച്ചിലില്ല, പുഞ്ചിരിക്കുന്നില്ല, പാല് കുടിക്കുന്നില്ല, കുഞ്ഞിനെ വയറ്റിൽ നിന്ന് പോകുന്നില്ല. വളരെ സങ്കടത്തോടെ ആ സ്ത്രീ പറഞ്ഞ് ഞാനെല്ലാം മുകളിൽ കേട്ടു. ഞാൻ തമ്പുരാൻ്റെ മുമ്പിൽ ഞാനോട്, ദൈവമേ എന്താ ഇത്രയും പ്രാർത്ഥിച്ചൊരുങ്ങി, ഈ കുഞ്ഞും ഇങ്ങനെയാണോ? ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം ഒരു ഉച്ച സമയത്ത് ഈ സഹോദരി ആ കുഞ്ഞിനെയുമായി അമ്മയും കൂട്ടിക്കൊണ്ട് പള്ളിക്കലോട്ട് വരികയാണ്. വരുന്ന കണ്ടപ്പോഴേ എൻ്റെ ഉള്ളിൽ ഒന്ന് ഞടുങ്ങി നല്ല ഒന്ന് നിസ്സഹായതയിൽ വിഷമിച്ചു. എന്ത് പറയും അവരോട്? കുഞ്ഞിനെ കൊണ്ട് ഒരു പള്ളിമുറി കയറി വന്നപ്പോൾ ഞാൻ ആ കൊച്ചിനെ എൻ്റെ കയ്യിലെടുത്തു. എന്നിട്ട് ഞാൻ കസേരയിരുന്നു. എൻ്റെ മടിയിലിങ്ങനെ കൈ നീട്ടിപ്പിടിച്ച് കൊച്ചിനെ ഇങ്ങനെ എൻ്റെ നേരെ പിടിച്ച് ഞാൻ ആ കുരുന്ന മുഖത്തോട്ട് നോക്കി. 2-3 ദിവസം മുമ്പ് കണ്ടതിനേക്കാൾ ശോഷിച്ചിട്ടുണ്ട്. കണ്ണടച്ച് പിടിച്ച് ശാന്തമായിട്ട് ഇങ്ങനെ നടന്നുറങ്ങുന്നു. മുഴുവനും ടർക്കി കൊണ്ട് പൊതിഞ്ഞ് മുഖം മാത്രമേ കാണത്തുള്ളൂ. ആ കുരുന്ന മുഖത്തേക്ക് നോക്കി നിന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ചിന്ത വന്നു, ഈശോയെ, ഏതാനും ആഴ്ച കഴിയുമ്പോൾ ഈ കോമളനായ കുഞ്ഞ്, ഈ കുഞ്ഞു ശരീരം, ഈ മനോഹരമായ കൊച്ചുമുഖം, ഇത് പുഴുക്കൾ തിന്ന് തീരുമല്ലോ. പക്ഷെ അങ്ങനെയാണോ അങ്ങയുടെ തിരുഹിതം? അങ്ങനെയല്ലല്ലോ. അങ്ങ് പറഞ്ഞില്ല ഞാൻ വന്ന് ജീവനുണ്ടാകാനും സമൃദ്ധമായിട്ടുണ്ടാകുവാനുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിൻ്റെ ജീവൻ അങ്ങ് കൊടുത്തിട്ടും ഇങ്ങനെ പോകുന്നത്? 2 കുഞ്ഞുങ്ങളുടെ ജീവൻ പോയല്ലോ. ഈ ചിന്ത ഇങ്ങനെ വന്നു മനസ്സോട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് വരെ ഉത്തരവൊന്നും കിട്ടുന്നില്ല. ഞാൻ കൈയെടുത്ത് ആ കുഞ്ഞിൻ്റെ ശിരസ്സിൽ ഇങ്ങനെ വെച്ചു ശാന്തമായിട്ട്. ഒന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വരുന്നില്ല, കാരണം പ്രാർത്ഥനയല്ല അതുപോലെ നടത്തിയിട്ടുണ്ട് നേരത്തെ കുഞ്ഞിന് വേണ്ടിയിട്ട്. ആ നെറ്റിയിൽ ഇങ്ങനെ വെരുവിരൽ കൊണ്ട് കുരിശൻ്റെ അടയാളം വരച്ചു. തലയിൽ കൈ വെച്ച് ഞാൻ പലപ്പോഴും ലളിതമായിട്ട് ചെയ്യുന്ന പോലെ ഈശോ 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 ഇങ്ങനെ മനസ്സുകൊണ്ട് ഉരുവിട്ടു. അങ്ങനെ കുഞ്ഞിനെ സ്പർശിച്ച നിമിഷം മുതൽ ഈ കുഞ്ഞിലൊരു പ്രതികരണം കാണാൻ തുടങ്ങി. ഇത് മാത്രമല്ല, കുരുന്ന് ശരീരം ചൂട് പിടിക്കാൻ തുടങ്ങി, ടെമ്പറേച്ചർ കൂടി, ബ്ലഷ് ചെയ്തു, മുഖമെല്ലാം ഇങ്ങനെ ചുമന്നു, വേർക്കാൻ തുടങ്ങി, വല്ലാണ്ട് കിടന്ന് കരയുകയാണ്. അപ്പോഴേക്കും എനിക്ക് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ചിന്ത വന്നു, ഈ കൊച്ച് ഇതുപോലെ തളർന്ന് 2-3-4 ദിവസമായിട്ട് തളർന്ന് അനക്കമില്ലാതെ കിടക്കുന്ന കുഞ്ഞ് ഇപ്പോൾ ഈ അവസ്ഥയിൽ ഇങ്ങനെ കരയണമെങ്കിൽ വേറെ കാരണമൊന്നുമില്ല.
പാകപ്പട വന്നിരിക്കുന്ന കാരണം കുരിശൻ്റെ അടയാളവും ഈശോയുടെ തിരുനാമ ശബ്ദവുമാണ്. അപ്പോൾ കുരിശൻ്റെ അടയാളവും തിരുനാമ ശബ്ദവും സ്വീകരിക്കാൻ, ഉൾക്കൊള്ളാൻ, അംഗീകരിക്കാൻ പറ്റുകയില്ലാത്ത എന്തോ ഒന്ന് ഈ കുരുന്ന് ശരീരത്തിലുണ്ടല്ലോ. ആ ഒരു ഉൾക്കാഴ്ചയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ബോധ്യത്തോടുകൂടെ ഈശോയെ, ഈ കുരുന്ന് ശരീരത്തിൽ ഇതിൻ്റെ ജീവനെ അപഹരിച്ചുകൊണ്ട്, ഈ കുഞ്ഞിൻ്റെ ജീവനെ അപഹരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു കയറിയിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക അരൂപികൾ ഈശോയെ അങ്ങയുടെ തിരുനാമത്തിൻ്റെ ശക്തിക്ക് കുരിശൻ്റെ മുദ്രയ്ക്ക് കീഴ്പ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഈ ചലനവും കരച്ചിലും അസ്വസ്ഥയും ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ള പൈശാചിക അരൂപികളെ നിങ്ങൾ ആരായിരുന്നാലും എന്തായിരുന്നാലും എങ്ങനെ കടന്നു കയറിയതായിരുന്നാലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നു ഈ കുഞ്ഞിന് പുറത്തിറങ്ങി പോകാൻ, വിട്ടുപോകാൻ പറഞ്ഞുകൊണ്ട് ശക്തമായിട്ട് കുരിശിൽ അടയാളം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴേക്ക് കുഞ്ഞിൻ്റെ കരച്ചിൽ വല്ലാണ്ടായി. അല്ലമുറയിട്ട് കുഞ്ഞ് കരയുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഈ ടർക്കി പൊതിച്ചിലിനകത്തുനിന്ന് ഊർന്നിറങ്ങി പോകാൻ നോക്കുന്ന പോലെ. പള്ളി മുറ്റത്തോടെ വന്നിരുന്ന ആൾക്കാർ ചിലരൊക്കെ പള്ളി മുറിയിലോട്ട് ഓടി വന്ന് ഞാനെ കൊണ്ട് എത്തി നോക്കുകയാണ്, എന്താ ഇതുപോലെ കൊച്ച്. കാരണം ചുമ്മാ കൊച്ചിൻ്റെ കരച്ചിലല്ല, അതുപോലെയുള്ള കരച്ചിലാണ്. അല്പസമയം ഞാൻ കൈ എടുക്കാതെ തന്നെ അങ്ങനെ പ്രാർത്ഥിച്ചു. ഈ കരച്ചിലും അങ്ങ് തുറന്ന് കൊച്ചു കിടന്ന് പൊളയുകയാണ്. എൻ്റെ കൈ നനയുന്നുണ്ട് ചൂട് കൊണ്ടും വേർപ്പ് കൊണ്ടും. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ഈ കൊച്ചിൻ്റെ വയറ്റിൽ നിന്ന് പോകുന്നത് പോലെ സ്വരം കേട്ടു. അപ്പോൾ ഞാൻ അവരെ നോക്കി. എന്നിട്ട് ഞാൻ ഈ കൊച്ചിനെ പയ്യെ പൊക്കിയപ്പം എൻ്റെ ഡ്രസ്സും കൂടെ നനഞ്ഞിട്ടുണ്ട്. കൊച്ചിൻ്റെ വയറ്റിൽ നിന്ന് പോയി. അപ്പോൾ ഞാൻ ഓർത്തു, ഈ കുഞ്ഞിനെ വയറ്റിൽ നിന്ന് പോകുന്നില്ല, കരയുന്നില്ല, ഇതൊക്കെയാണ് കൊച്ചിനെ പറ്റി അസ്വസ്ഥത. ഇപ്പം ഇങ്ങനെ സംഭവിക്കുകയും. അപ്പോൾ ഞാനിത് പൊക്കി നനഞ്ഞ കണ്ടപ്പോഴത്തേക്കും അവർ കൊച്ചിനെ വാങ്ങിച്ചു. ഞാൻ പറഞ്ഞ അപ്പുറത്ത് ഗസ്റ്റ് റൂമിൽ പോയി കഴുകി അവിടെ പോയി കഴുകാൻ പറഞ്ഞു. അവർ കുഞ്ഞിനെ കൊണ്ട് പോയി ഈ ടർക്കിയൊക്കെ കഴിച്ചു മാറ്റി കഴുകി. കൊച്ചിൻ്റെ കരച്ചിൽ നിന്ന് ശാന്തനായി തിരിച്ച് എൻ്റെ അടുത്ത് വന്നു. അവർ പോയി ഒന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞ് പോയി. അന്ന് വൈകുന്നേരം തന്നെ ആ അയൽപക്കത്തെ വീട്ടിലെ ആ സഹോദരി, കുടുംബാംഗമായിരിക്കുന്ന സഹോദരി എന്നെ വിളിച്ച് പറഞ്ഞു, അച്ഛാ കൊച്ചു പാല് കുടിക്കാൻ തുടങ്ങി, കൊച്ചു കണ്ണുറ നോക്കുന്നുണ്ട്, അച്ഛാ വ്യത്യാസമുണ്ട്. അത് ദിവസം കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ഭംഗിയായിട്ട് മുന്നോട്ട് വന്നു. ആ കുഞ്ഞങ്ങനെ വളർന്നു വന്നു. ഇന്ന് ആ കൊച്ചിന് ഒരു 15 വയസ്സടുത്ത് പ്രായമുണ്ട്. അത് കഴിഞ്ഞ് അവർക്ക് വീണ്ടും ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞുണ്ടായപ്പോൾ അവർ ഇതുപോലെ തന്നെ പ്രാർത്ഥനയെടുത്തു. അതേ ആശുപത്രിയിൽ പോയി കുഞ്ഞുണ്ടായി. അതിനിങ്ങനത്തെ അസ്വസ്ഥതൊന്നും വന്നില്ല. ഒരാൺകുട്ടി, 2 ആൺകുട്ടി വളർന്നു വരികയാണ്. അത് കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഈ ആദ്യത്തെ സംഭവം, ഈ വിടുതൽ സംഭവം കഴിഞ്ഞുള്ള ദിവസങ്ങളിൽ ഈ കൊച്ചിൻ്റെ അപ്പൻ്റെ സഹോദരൻ അച്ഛനെ ഞാനൊരു മരിച്ചടക്കറി ചെന്നപ്പം കാണുകയുണ്ടായി. അപ്പോൾ അന്ന് അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇങ്ങനെ ഈ സംഭവം ഉണ്ടായി എന്ന് അച്ഛാ ഞാൻ അറിഞ്ഞു. അച്ഛാ ഡോക്ടർമാരുടെയൊക്കെ, മറ്റു കുഞ്ഞുങ്ങളെപ്പറ്റി ഡോക്ടർമാരുടെയൊക്കെ പേപ്പറുകൾ എൻ്റെ കയ്യിലുണ്ട്, അവർക്കൊരു കാരണവും പറയാനില്ല. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ഒത്തിരി അനുഭവങ്ങളൊന്നുമില്ല, എങ്കിലും എനിക്ക് മനസ്സിലാകുന്നിടത്തോളം അച്ഛാ ആദ്യത്തെ 2 കുഞ്ഞുങ്ങൾ മരിക്കാൻ ഇടവന്നത് രോഗം കൊണ്ടൊന്നുമല്ല, ജനറ്റിക്കായ വിഷയം കൊണ്ടുമല്ല, മറിച്ച് എന്തോ പൈശാചികമായ ഒരു ഇടപെടൽ ഏതോ രീതിയിൽ ആ കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വന്നിരുന്നു. അതിനെ തിരിച്ചറിയാനും അതിനെ ഒഴിവാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കാതെ പോയത് കൊണ്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ സംഭവങ്ങൾ അതുവഴി ഈ കുഞ്ഞ് ആ പിടുത്തത്തിൽ നിന്നും ഊരിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് കാത്തിരുന്ന് നോക്കാം എന്ന് ഞാൻ അന്ന് പറഞ്ഞു. അത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ആ കുഞ്ഞിന് 15 വയസ്സോളമായി. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇത് എൻ്റെ ജീവിതത്തിലും ഈ പൈശാചികമായ ഇടപെടലുകളെക്കുറിച്ച് ആഴമായ ബോധ്യം തന്ന ഒരു സംഭവമായിരുന്നു. പിന്നീട് വചനത്തിലേക്ക് വന്നപ്പോൾ ഞാൻ കണ്ടു, മരണത്തിൻ്റെ മേൽ പിശാചിനൊരു അവകാശമുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, 14-15, മക്കൾ ഒരേ മാംസത്തിൻ്റെ രക്തത്തിനും ഭാഗവാക്കുകളാകുന്ന പോലെ അവനും അവയിൽ ഭാഗവാക്കായി, എന്നുവെച്ചാൽ മനുഷ്യനായിട്ട് ദൈവോത്തരം ജനിച്ചു. അത് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവർ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈശോയുടെ രക്ഷാകര ദൗത്യത്തിൽ മരണത്തെ ഈശോ കീഴ്പ്പെടുത്തി. ആ മരണത്തെ കീഴ്പ്പെടുത്തതിനെപ്പറ്റി പറയുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് പരാമർശനമായിട്ട് പിശാചിനെപ്പറ്റി ഒരു വെളിപ്പെടുത്തലുണ്ട്.
പിശാചിനെ പറ്റി ഇവിടെ പറഞ്ഞിരിക്കുന്നത് മരണത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ് പിശാച്. അതെങ്ങനെയാണ് മരണത്തിൻ്റെ മേൽ പിശാചിന് അധികാരം കിട്ടുക? നമ്മൾ ഈശോയുടെ പരിഹാര ബലിയെപ്പറ്റി പറയുമ്പോൾ കുരിശിലെ ബലി വഴിയായിട്ട് ഈശോ പാപത്തെ പരാജയപ്പെടുത്തി, മരണത്തെ പരാജയപ്പെടുത്തി, പിശാചിനെ പരാജയപ്പെടുത്തി എന്ന് നമ്മൾ പറയാറുണ്ട്. പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലും പിശാചിൻ്റെ മേലും ഈശോ വിജയം നേടി തൻ്റെ കുരിശ് വഴിയായിട്ട്. ഇത് തമ്മിലുള്ള ബന്ധം വചനം തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. റോമാലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. ഒരു മനുഷ്യൻ മൂലം പാപം, അത് ആദത്തെ ഔവയെ ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ആദ്യ മനുഷ്യരെയാണ് ഉദ്ദേശിക്കുന്നത്. പാപം മൂലം മരണവും ലോകത്ത് പ്രവേശിച്ചു. പാപത്തിൻ്റെ ബാക്കി പത്രമാണ് മരണം. റോമാലേഖനം തന്നെ 6-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു, പാപത്തിൻ്റെ വേതനം മരണമാണ്, പാപത്തിൻ്റെ കൂലി മരണമാണ്. പാപത്തോട് ചേർന്ന് വരുന്ന ഒരു സിംഗിൾ പാക്കേജാണ് രോഗങ്ങളും മരണവും. പരദേശ രാജ്യത്തെ പാവമുണ്ടായി കഴിഞ്ഞപ്പോൾ തമ്പുരാൻ അതിൻ്റെ ഭവിഷ്യത്തുകൾ പറയുമ്പോൾ ദുഃഖ ദുരിതങ്ങൾ, രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, മണ്ണിൽ നിടക്കപ്പെട്ടവനായി നീ മണ്ണിലേക്ക് ചേരും, മനുഷ്യ നീ മണ്ണാകുന്നു. അങ്ങനെ മരണത്തെപ്പറ്റിയുള്ള പ്രഖ്യാപനവും അവിടെ നമ്മൾ കാണുകയാണ്. ഗർഭ അരിഷ്ടതകൾ വർദ്ധിച്ചു വരുന്നതിനെ പറ്റിയൊക്കെ പരാമർശം കാണുന്നുണ്ട്. പ്രകൃതി മുഴുവനും മനുഷ്യർക്കെതിരായി, കാലയാപനത്തിന് നെറ്റിലെ വിയർപ്പ് കൊണ്ട് അത്യുത്ഥാനം ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. അങ്ങനെയൊക്കെയുള്ള ഒരു ദുരിതം പിടിച്ച ജീവിതാവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുന്നത് പാപം വഴിയായിട്ടാണ്. സങ്കീർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് പാപം വഴിയായിട്ട് രോഗാവസ്ഥ ഉണ്ടാകുന്നതിനെ പറ്റിയുള്ള പല പരാമർശനങ്ങൾ. 32-ാമത്തെ സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, 3-ാം തിരുവചനം, ഞാൻ പാപങ്ങൾ ഏറ്റു പറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞെൻ്റെ ശരീരം ക്ഷയിച്ചുപോയി. പാപമുള്ള വ്യക്തി പാപത്തിൻ്റെ ഭാരം മൂലം ഉള്ളു കരയുകയാണ്, വിലപിക്കുകയാണ്. രാവും പകലും അങ്ങയുടെ കരം എൻ്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. വേനൽക്കാല ചൂടുണ്ടെന്ന പോലെ എൻ്റെ ശക്തി വരണ്ടുപോയി. അപ്പം ശക്തി ക്ഷയിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതിനെപ്പറ്റി പറയുകയാണ്. 38-ാമത്തെ സങ്കീർത്തനത്തിലും അതേപ്പറ്റി വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. 38-ാം സങ്കീർത്തനം 3-ാം തിരുവചനം, എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യമില്ല, എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു, അതെനിക്ക് താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു. എൻ്റെ ഭോഷത്വം മൂലം എൻ്റെ വ്രണങ്ങൾ അഴുകി നാറുന്നു, ഞാൻ കുനിഞ്ഞ് നിലം പറ്റി ദിവസം മുഴുവൻ ഞാൻ വിലപിച്ച് കഴിയുന്നു. 7-ാം വാക്യം, എൻ്റെ അരക്കെട്ട് ജ്വരം കൊണ്ട് പൊള്ളുന്നു, എൻ്റെ ശരീരത്തിന് തീരെ സൗഖ്യമില്ല, ഞാൻ തീർത്തും ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു. ഹൃദയക്ഷോഭ നിമിത്തം ഞാൻ നെടുവീർപ്പിടുന്നു, എൻ്റെ ഹൃദയം തുടിക്കുന്നു, എൻ്റെ ശക്തി ക്ഷയിക്കുന്നു, കണ്ണുകളുടെ പ്രകാശം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ വല്ലാത്ത അവസ്ഥയിലേക്ക് ശരീരം പോലും പോകുന്നതായിട്ട് പാപം വഴിയായിട്ട് നമ്മൾ വചനത്തിൽ കാണുകയാണ്. പാപത്തിൻ്റെ കൂടെ രോഗം കയറി വരുന്നു. കാരണം ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അകന്നു പോകുക പാപം ചെയ്യുന്ന വ്യക്തി, അമ്മയുടെ ചങ്കത്തിരിക്കുന്ന കുഞ്ഞിന് എന്തോ ഒരു സൗഖ്യവും ശക്തി, ആശ്വാസവും ആനന്ദവുമാണ്. അമ്മയുടെ ചങ്കത്തു നിന്ന് അകലേക്ക് മാറ്റപ്പെടുമ്പോൾ കുഞ്ഞിന് സ്വസ്ഥതയില്ല. തമ്പുരാൻ്റെ ചങ്കത്ത് നമ്മൾ മാറിപ്പോകുമ്പോൾ നമുക്ക് സ്വസ്ഥതയില്ല. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-2 അധ്യായങ്ങളിൽ പാപവും മരണവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പരിശുദ്ധാത്മാവ് കൂടുതൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 12 മുതലുള്ള തിരുവചനങ്ങളിൽ, ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്, സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും. ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല, ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുന്നുമില്ല. നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത്. സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയാണ്, മാരക വിഷം അവയിലില്ല, പാതാളത്തിന് ഭൂമിയിൽ അധികാരമില്ല, നീതി അനശ്വരമാണ്. 16-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു, ജ്ഞാനം 1:16, അധർമ്മികൾ വാക്കും പ്രവൃത്തിയും വഴി മരണത്തെ ക്ഷണിച്ചു വരുത്തി, മിത്രമെന്ന് കരുതി അതുമായി സഖ്യം ചെയ്ത് സ്വയം നശിക്കുന്നു, അതിനോട് ചേരാൻ അവർ യോഗ്യരാണ്. അപ്പം ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്, സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെയും. ദൈവം മരണത്തെ സൃഷ്ടിച്ചില്ല,
സൃഷ്ടികളെല്ലാം ആരോഗ്യമുള്ളവയായിട്ടാണ് സൃഷ്ടിച്ചത്. വചനം പറയുകയാണ്. പിന്നെ എവിടെ നിന്നാണ് ഈ മരണം വന്നത്, ഒരു ആരോഗ്യമില്ലാത്ത അവസ്ഥ വന്നത്? പാപം വഴി. പാപം എങ്ങനെയാണ് വന്നത്? 22-ാം അധ്യായത്തിൽ ജ്ഞാനം 2, 23, 24 വാക്യം നമ്മൾ വായിക്കുകയാണ്. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു, അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. പിശാചിൻ്റെ അസൂയ നിമിത്തമാണ് മരണം ലോകത്ത് പ്രവേശിക്കുന്നത്. അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. ഈശോ മരണത്തെ കീഴ്പ്പെടുത്തി, പാപത്തെ കീഴ്പ്പെടുത്തി, പിശാചിനെ കീഴ്പ്പെടുത്തി. ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്നിട്ട് ഇപ്പോഴും പിശാച് കിടന്ന് പ്രവർത്തിക്കുന്നല്ലോ, അച്ഛന് ഈ സെഷനുകളിൽ പങ്കുവെക്കുന്നതെല്ലാം പിശാചിൻ്റെ പ്രവർത്തനത്തെ പറ്റിയല്ലേ? പിന്നെ പിശാചിനെ പരാജയപ്പെടുത്തി എങ്ങനെ പറയാൻ പറ്റും? പാപത്തെ പരാജയപ്പെടുത്തി ഇപ്പോഴും എന്തുമാത്രം പാപമുണ്ട്, മരണത്തെ പരാജയപ്പെടുത്തി ഇപ്പോഴും എന്തുമാത്രം മരണത്തിലേക്ക് ആൾക്കാർ പോകുന്നു. മരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും മരിക്കുന്നില്ലേ? പിന്നെ എന്താ ഇതെല്ലാം കീഴ്പ്പെടുത്തിയെന്ന് പറയുക എന്ന് ചിലപ്പോൾ ചിന്ത നമുക്ക് വരാം. പക്ഷേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമുക്കറിയാം. പിശാചിൻ്റെ പ്രവർത്തനങ്ങൾ എന്തുമാത്രം ഉണ്ടെങ്കിലും അതിനെ മറികടന്നു പോകാനുള്ള കരുത്ത് ഈശോയുടെ മനുഷ്യാവതാരം രക്ഷാകര പ്രവൃത്തി വഴി നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. അമ്മ ത്രേസ്യയുടെ ജീവചരിത്രത്തിൽ കാണാം, ഓരോ അവസരങ്ങളിൽ പിശാചിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുമ്പോൾ അമ്മ ത്രേസ്യ പെട്ടെന്നൊന്ന് അവനെ നോക്കി ഒന്ന് ചിരിക്കും. ആഹാ, നീയാണോ? അമ്മ ത്രേസ്യ പറയുകയാണ്, എനിക്ക് അവനോട് ഒരു പേടിയുമില്ല, അവനെ ഒരു പേടിയുമില്ല, അവൻ എങ്ങനെ കൈകാര്യം എനിക്കറിയാം. എപ്രാസ്യാമ്മ കുറേ കലങ്ങിയിട്ടാണെങ്കിലും പിശാചിനെ എങ്ങനെയാണ് മറികടക്കുന്നത്? എപ്രാസ്യാമ്മയുടെ കത്തിൽ 35-ാം കത്ത് വായിച്ച് കേൾക്കുകയുണ്ടായി. അത് സംഭവം വീണ്ടും വായിച്ചു വരുമ്പോൾ അവസാനം പിശാചുക്കൾ നിലവിളിച്ച് ഏറ്റുപറയുകയാണ്, ഞങ്ങൾ തോറ്റു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഈശോ അവയെല്ലാം ആട്ടി ഓടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. എപ്രാസ്യാമ്മ അത് കണ്ടെഴുതുന്നുണ്ട്. അങ്ങനെ പിശാചിനെ തോൽപ്പിക്കുന്നു മനുഷ്യർ, ദൈവശക്തിയാൽ വിശുദ്ധർ. പാപത്തെ തോൽപ്പിക്കുന്നു, പാപം ചെയ്യാൻ ഇവർ തയ്യാറല്ല. മരണത്തെയും തോൽപ്പിക്കുന്നു. 2-ാം ക്രിസ്തു എന്ന് പറയുന്ന അസീസി പുണ്യവാൻ എങ്ങനെയാണ് മരിച്ചത്? കരഞ്ഞ്, പേടിച്ച്, വിഷമിച്ച്, വിലപിച്ചാണോ? പാട്ട് പാടിക്കൊണ്ട സഹോദരി മരണമേ വന്നാലും. മരണമെന്ന് പറയുന്നത് ഈശോയുടെ ഉത്ഥാനം വഴിയായിട്ട് നമുക്ക് വീട്ടിലേക്കുള്ള യാത്രയാണ്. ഈശോ പറഞ്ഞില്ല, എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവുകയാണ്, തിരിച്ചു വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും. നമ്മുടെ വീട്ടിലേക്ക് പോകാൻ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന കിടപ്പ്, കാത്തായിരിക്കുന്ന അനുഭവമാണ് മരണത്തിന് വേണ്ടിയുള്ള കിടപ്പ്. കൊച്ചുലസ്യ മരിക്കാൻ കിടക്കുമ്പോൾ ചോദിക്കും, കള്ളൻ ഇനിയും വരാറായില്ലേ? സന്തോഷത്തോടെ, സ്നേഹത്തോടെ. കള്ളൻ എന്ന് പറയുന്നത് ഇൻവേർട്ടർ കോമാസിൽ കള്ളൻ രാത്രിയിൽ വരും എന്ന് ഈശോ പറഞ്ഞുകൊണ്ടാണ്. കള്ളനെ പോലെ ഞാൻ വരും. ഈശോയ്ക്ക് വേണ്ടി കാത്തു കിടക്കുകയാണ്. പാട്ട് പാടിക്കൊണ്ട് മരിക്കുന്ന വിശുദ്ധർ, മരണത്തെ ഭയമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, അധർമ്മികളാണ് മരണത്തിന് ഭീതിയോടെ കീഴ്പ്പെടുന്നത്, പാപത്തിന് കീഴ്പ്പെടുന്നത്, പിശാചിൻ്റെ കസ്റ്റഡിയിൽപ്പെടുന്നത്. ഈശോ അതിനെല്ലാം മറികടന്നു. സ്നേഹമുള്ളവരെ, പിശാചിൻ്റെ പ്രവൃത്തികൾ എന്തുമാത്രമാകാമെന്ന് ചിന്തിക്കുമ്പം തിരുവചനവും അനുഭവങ്ങളൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മരണമുണ്ടാക്കാൻ പോലും അവന് സാധിക്കും. വിശ്വാസത്തിൻ്റെ വെളിച്ചമില്ലാത്തൊരു, വ്യക്തതയില്ലാത്തൊരു തിരിച്ചറിയല. അതെന്നാ പറ്റിയാണോ പെട്ടെന്ന് അങ്ങനെ അങ്ങ് പോയി? അതെന്ത് പറ്റിയതാണോ? ഡോക്ടർമാർക്കൊന്നും പിടികിട്ടുന്നില്ല, ഇങ്ങനെ സംഭവിച്ചു. അതെന്താണെന്ന് പിടികിട്ടുന്നില്ല. തലയെഴുത്തായിരിക്കാം, വിധിയായിരിക്കാം എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ നീങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ തമ്പുരാൻ വേദനിക്കുകയാണ്. അങ്ങനെ തീരേണ്ടതല്ല പല ജീവിതങ്ങളും. നമുക്കൊരു നിമിഷം, സ്നേഹമുള്ളവരെ, നല്ല ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ ഉള്ളങ്ങളെ ചേർക്കാം. കർത്താവായ ഈശോയെ, അങ്ങ് പാപത്തെ നീക്കി വഹിച്ച് ഞങ്ങളെ വിശുദ്ധീകരിച്ചു. പാപത്തിൻ്റെ ഉപജ്ഞാതാവായ പിശാചിനെ തലയെ അങ്ങ് തകർത്തു. പാപം വഴി മരണമെന്ന ഭീകരാവസ്ഥ ഞങ്ങളിൽ കടന്നു വന്നത് അങ്ങ് മാറ്റി. മരണത്തെ സ്വർഗോന്മുഖമായ, മനോഹരമായ, സന്തോഷപ്രദമായ കടന്നു പോകേണ്ട അനുഭവമാക്കി അങ്ങ് ഉത്ഥാനം വഴി മഹത്വീകരിച്ചു. ഈശോ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ പിശാചിൻ്റെ ഇടപെടലുകൾ ഇത് വരുന്ന തിരിച്ചറിയാനുള്ള വെളിച്ചം ഞങ്ങൾക്ക് നൽകണമേ. ഈ ദൈവരാജ്യ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ച് തരുന്നത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ തന്നെ ഞങ്ങളുടെ നയിക്കലായിട്ട് ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്യുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ ഈ എളിയ ദാസൻ ഞങ്ങൾക്ക് അനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേക അധികാരം അനുസരിച്ചും പലാരൂപതയുടെ വാഗോൺ മൗണ്ടനുഭവ ധ്യാനകേന്ദ്രത്തിലെ നിയമന അധികാരം അനുസരിച്ചും ഈശോയെ, നിൻ്റെ വചനത്തിന് ഈ നിമിഷങ്ങൾ കാതോർത്ത് ഇപ്പോൾ നിൻ്റെ പക്കലേക്ക് തുറന്ന് ജീവിതം ഉയർത്തിക്കൊണ്ട് അങ്ങയുടെ സ്പർശനത്തിനായി, അങ്ങയുടെ സാന്നിധ്യത്തിനായി, വിടുതൽ അഭിഷേകത്തിനായിട്ട് കാത്തു നിൽക്കുന്ന ഈ മക്കളുടെ മേൽ അങ്ങയുടെ തിരുനാമത്തിൽ, അങ്ങയുടെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലും, അങ്ങയുടെ കുരിശൻ്റെ അടയാളം പതിച്ചുകൊണ്ട് കരമുയർത്തി ഞാൻ പ്രാർത്ഥിക്കുന്നു.
സകല നാരകീയ മരണത്തിൻ്റെതായ സ്വാധീന ശക്തികൾ, സാന്നിധ്യങ്ങൾ കർത്താവെ ഈ മക്കളിൽ നിന്നും വിട്ടുപോകട്ടെ. വിശ്വാസത്തിൻ്റെ വെളിച്ചം അവർ തെളിയട്ടെ. വിശ്വാസത്തിൻ്റെ വെളിച്ചത്തെ ജീവിതങ്ങളെ തിരിച്ചറിയാനും അങ്ങയുടെ കരുത്തിൽ ആശ്രയിച്ച് അങ്ങോട്ട് ചേർന്ന് നിന്നുകൊണ്ട് പിശാചിൻ്റെ കുതന്ത്രങ്ങളെ മറികടക്കാനുള്ള കൃപ ഈ മക്കൾക്ക് ഏവർക്കും അങ്ങയുടെ കരുണയാൽ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹായവും നിരന്തരമായ സംരക്ഷണവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.